ചെറിയൊരു പേടി മനസ്സിൽ തോന്നുന്നുണ്ട്. കാരണം മൊത്തം ആംബിയൻസ് മാറിയേ, ആ കാട്ടിലേക്ക് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് നമ്മൾ. ഇപ്പോൾ എന്താവോ മുന്നോട്ട് ചെല്ലുന്തോറും ഒരു പിടുത്തം കിട്ടുന്നില്ല. ദയവേത് ഈ വീഡിയോ കണ്ടിട്ട് ആരും ഇവിടെ ഒറ്റയ്ക്ക് വന്നേക്കും കേട്ടോ, അത് മാത്രമേ പറയാനുള്ളൂ. കാര്യം നമ്മളിവിടെ പെട്ടുപോയി കഴിഞ്ഞാൽ ഒരു സഹായത്തിന് പോലും ഒരു മനുഷ്യനെയും കിട്ടില്ല കേട്ടോ. എൻ്റെ അമ്മു, ഇതൊക്കെ എൻ്റെ മേൽക്കൂരയൊക്കെ മൊത്തം പുല്ലൊക്കെ പിടിച്ച്. നമ്മുടെ ഒരു റൈഡ് സ്റ്റാർട്ട് ചെയ്യുന്ന സമയം വെളുപ്പിന് 4 മണി കഴിഞ്ഞിട്ടോ. അപ്പോൾ രാവിലെ 4 മണി കഴിഞ്ഞപ്പോൾ തുടങ്ങിയ നമ്മുടെ റൈഡ് ഒരു 34 കിലോമീറ്റർ കവർ ചെയ്തിട്ട് ഇപ്പം ഈ ഒരു റൂട്ടെന്ന് പറയുന്നത് നമ്മുടെ കാഞ്ഞാറിൽ നിന്ന് പുള്ളിക്കാനം വാഗമൺ പോകുന്ന റൂട്ടാണ്. നമ്മൾ ഇഷ്ടം പോലെ ഈ ഒരു റൂട്ടിൽ കൂടെ റൈഡ് ചെയ്തിട്ടുണ്ട്. നല്ല കയറ്റം അവിടെ കണ്ടോ. കാഞ്ഞാറിൽ നിന്ന് തുടങ്ങുന്ന കയറ്റം കഴിഞ്ഞാൽ നമുക്ക് പുള്ളിക്കാനം മേളിൽ വരെ ഒരുപാട് ദൂരമുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടെ ജസ്റ്റ് ഇവിടെ ആ ഒരു അകലെ ആ ഒരു കോടയല്ല, ക്ലൗഡ് ബെഡ് കണ്ടോ, അങ്ങ് ദൂരെ കാണാം. ക്യാമറയിൽ അത് കിട്ടുമോ എന്നറിയില്ല. അടിപൊളി ഒരു വ്യൂ പോയിൻ്റ് കണ്ടപ്പോൾ നിർത്തിയതാട്ടോ. അപ്പോൾ ഇനി ഒരുപാട് ദൂരം കിടക്കുവാണ്, മുകളിലേക്ക് ഒന്നും ആയിട്ടില്ല. അപ്പോൾ ഈ റൂട്ട് അറിയാൻ മേലാത്തവർക്ക് വേണ്ടിയിട്ട് പറയാം. ഇത് നമ്മുടെ തൊടുപുഴയിൽ നിന്ന് പോന്നു കഴിഞ്ഞാൽ നമുക്കൊരു 40 കിലോമീറ്റർ കൊണ്ട് ഈ വഴി പുള്ളിക്കാനം വഴി കാഞ്ഞാറയും തിരിഞ്ഞ് പുള്ളിക്കാനം വഴി വാഗമണ്ണ് ചെല്ലാം കേട്ടോ. തൊടുപുഴയിൽ നിന്ന് നമുക്ക് കുറേ റൂട്ട് വാഗമണ്ണിൽ വരെ പോകാനായിട്ട് 2-3 റൂട്ടുണ്ട്. ഒന്ന് നമുക്ക് നേരെ മുട്ടം ചെന്ന് ഈരാറ്റുപേട്ട കൂടി തീക്കോയി വഴി വാഗമണ്ണ് പോവാം. പിന്നെ മൂലമറ്റത്തുനിന്ന് പോവാട്ടോ വാഗമണ്ണിലേക്ക്. അതും ഈ പറഞ്ഞ പുള്ളിക്കാനെ കണക്ട് ചെയ്തങ്ങ് പോകാൻ പറ്റും. ഇത് കാഞ്ഞാറയും തിരിഞ്ഞുള്ള വഴിയാണ്. ഇതാണ് ഉള്ളതിൽ ഏറ്റവും ദൂരം കുറവ്. പക്ഷേ വഴി അത്ര നല്ല കണ്ടീഷനൊന്നുമല്ല, വീതി കുറവാണ്, നല്ല വളവുകളുണ്ട്, നല്ല കയറ്റമുണ്ട്. പക്ഷെ എന്നാലും നല്ല സീനിക്കായിട്ടുള്ളതാണ്. കുറച്ചങ്ങ് ചെന്ന് കഴിഞ്ഞാൽ പുള്ളിക്കാനത്തിൻ്റെ ആ ഒരു അടിപൊളി വൈബൊക്കെ കിട്ടും. നല്ല റൂട്ടാണ്. നമ്മൾ തന്നെ ഇപ്പോൾ ഇതിൽ സൈക്കിൾ കൊണ്ട് ഇപ്പം ഒരു 3-4 തവണ, അത് കൂടുതൽ പോയിട്ടുണ്ട് തോന്നുന്നു, ഓർമ്മയില്ല. മിക്കപ്പോഴും വരാറുള്ള റൂട്ടാട്ടോ. അതുകൊണ്ട് എത്ര തവണ പോയിട്ടുണ്ടെന്നും അറിയില്ല. എൻ്റെ ഒരു ഫേവറേറ്റ് റൂട്ടാട്ടോ. നല്ല ക്ലൈമ്പൊക്കെ കിട്ടും. ക്ലൈമ്പൊക്കെ ചവിട്ടി എക്സ്പീരിയൻസ് ചെയ്ത് പോകാൻ പറ്റിയ സ്ഥലമാണ്. പിന്നെ മഴക്കാലത്തൊക്കെ ഇച്ചിരി റിസ്ക് ആയില്ല വരാൻ. മണ്ണിടിച്ചിൽ അങ്ങനെ ഉള്ള സംഭവങ്ങളൊക്കെ പലപ്പോഴും ഉണ്ടാകുന്ന റൂട്ടാണ്. പിന്നെ ക്ലൈമറ്റ് ഈ റൂട്ടിൽ എപ്പോൾ ചേഞ്ച് ആവുമെന്ന് പറയാൻ പറ്റില്ല. ഇപ്പോൾ രാവിലെ തന്നെ നല്ല കോടയാണ്. മേളിൽ ചെല്ലുമ്പോഴത്തേനും വീണ്ടും ക്ലൈമറ്റൊക്കെ മാറും കേട്ടോ. അപ്പോൾ നമ്മൾ ഈ റൂട്ടിൽ കയറ്റം കയറി വരുമ്പോഴത്തേനും പുത്തേട് എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്. പുത്തേട് കഴിഞ്ഞിട്ട് കുറച്ച് ദൂരം ഫ്രണ്ടിലേക്ക് വരുമ്പോഴത്തേനും ഇവിടെ ഒരു വ്യൂ പോയിന്റ് കാണാം കേട്ടോ. ഈ വ്യൂ പോയിന്റ് അത്യാവശ്യം എല്ലാവരും ഈ റൂട്ടിൽ പോകുന്നവരൊക്കെ ഇവിടുന്ന് ഫോട്ടോ ഒക്കെ എടുക്കുന്നതാണ്. വലിയൊരു താഴ്വാരം കാണാം. അതുപോലെ തന്നെ ഓപ്പോസിറ്റ് ആ കാണുന്ന മല ഏതാണെന്ന് ചോദിച്ചാൽ നമ്മുടെ തൊടുപുഴയിൽ നിന്ന് കുളമാവ് വഴി ഇടുക്കിക്ക് പോകുന്ന വഴിക്ക് നാടുകാണി പവലിയൻ എന്ന് പറഞ്ഞൊരു വ്യൂ പോയിന്റ് ഉണ്ട്. അവിടുന്ന് കാണുന്ന ഒരു സെയിം സ്ഥലം തന്നെ കേട്ടോ. താഴെയുള്ള ദൃശ്യങ്ങളാണ് നാടുകാണി പവലിയനിൽ നിന്ന് കാണുന്നത്. അപ്പോൾ അത് തന്നെ നമുക്ക് ഇവിടെ നിന്നാൽ കാണാൻ പറ്റും കേട്ടോ. അങ്ങ് ദൂരെ അത് മൂലമറ്റത്തിൻ്റെ ഓരോ ഭാഗങ്ങളാണ്. അവിടെ മൂലമറ്റം ഫാർ ഹൗസിൻ്റെ സ്വിച്ച് യാർഡ് കാണാം. പിന്നെ മലയിലൊക്കെ ഒത്തിരി ടവറുകൾ, ഇലക്ട്രിസിറ്റി പാസ് ചെയ്യുന്ന ഒരുപാട് ടവറുകൾ കാണാം കേട്ടോ. നമ്മൾ അതിൽ കേട്ടോ കയറി വന്നത്. അങ്ങനെ ചുറ്റി കയറി ഇങ്ങ് വരുമോ ചെയ്തത്. നല്ല കയറ്റം കേട്ടോ. ഇത് വലിയൊരു കൊക്കയാട്ടോ. കണ്ടോ, അഗാധമായൊരു കൊക്കയാണ്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഈ റൂട്ടിൽ ഏറ്റവും പ്രശ്നം എന്ന് വെച്ചാൽ എപ്പോഴാണ് ക്ലൈമറ്റ് ചേഞ്ച് ആവണമെന്ന് നമുക്ക് പ്രഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. നമ്മൾ റൈഡ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ രാവിലെ നല്ല തണുപ്പുണ്ടായിരുന്നു, കോടയൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം അങ്ങ് മാറി നല്ല വെയിലായിട്ടോ. എന്നാലും ചെറിയൊരു തണുപ്പ് അന്തരീക്ഷത്തിൽ ഇപ്പോഴും ഉണ്ട്. ഒരു 8:30 ആയിട്ടുണ്ട്, സമയം 8:30 ആയിട്ടുണ്ട്. അപ്പം ഈ റൂട്ടിൽ പ്രത്യേകിച്ച് വൈകുന്നേര സമയങ്ങളിലൊക്കെ മഴയുള്ള സമയത്തൊക്കെ കഴിവതും യാത്ര ഒഴിവാക്കുന്നതല്ല. നല്ല റിസ്ക്കാണ്. കോട മൂടിയിട്ട് നമുക്ക് റോഡൊന്നും കാണാൻ പറ്റാതെ വരും. 2 വീലറും സൈക്കിളൊക്കെ വരുമ്പോഴത്തേനും ഭയങ്കര റിസ്ക് കേട്ടോ. പിന്നെ ഇടിമിന്നലുള്ള സമയത്തൊക്കെ ഇതിൽ യാത്ര ചെയ്യരുത്. ഭയങ്കര റിസ്ക്കുള്ള റൂട്ടാണ്. അത്രയും കുറച്ച് കാര്യങ്ങളൊക്കെ ശ്രദ്ധിച്ച് വന്നാൽ പക്ഷേ നല്ല സീനറിക്ക് ആയിട്ടുള്ള റൂട്ടാണ്. ഞാൻ പറഞ്ഞ വൈബൊക്കെ ചേഞ്ച് ആണെന്ന് നോക്കിക്കോട്ടോ. കുറച്ച് ഫ്രണ്ടിലേക്ക് പോകുമ്പോൾ തന്നെ ഈ കംപ്ലീറ്റ് ഈ വ്യൂ കാര്യങ്ങളൊക്കെ മാറും കേട്ടോ. ഞാൻ കാണിച്ചു തരാം. അപ്പോൾ ഈ കണ്ട കയറ്റം എല്ലാം കയറി വരുമ്പോഴത്തേനും എന്തേ ഇവിടം തൊട്ടാണ് ശരിക്കും പുള്ളിക്കാനത്തിൻ്റെ ആ ഒരു ഫീല് കിട്ടി തുടങ്ങുന്നത്. ഈ കുറേ ദൂരം ഇറക്കം കേട്ടോ. അപ്പോൾ നമുക്കിവിടെ കയറുന്ന തന്നെ കാണാം മേളിൽ കുറേ ഒരു ഇങ്ങനെ മൊട്ടക്കുന്നുകൾ പോലെയുള്ള സ്ഥലങ്ങളൊക്കെ ഇഷ്ടം പോലെ കണ്ടു തുടങ്ങും ഇവിടുന്ന്.
നല്ല വെയിലുണ്ട്, അത്യാവശ്യം തണുപ്പുണ്ട്, നല്ല കാറ്റുണ്ട്, അങ്ങനെ എല്ലാം കൂടെ ചേർന്ന ഒരു ക്ലൈമറ്റ് ആട്ടോ. അടിപൊളി. നല്ല ഒരു ചൂടിൻ്റെ അതൊന്നും നമുക്ക് അറിയാൻ പറ്റില്ല തണുപ്പുള്ളതുകൊണ്ട് തന്നെ. സൈക്കിളിൻ്റെ സ്റ്റാൻഡ് ഊരി വെച്ചേക്കോട്ടോ, അതുകൊണ്ടാണ് അതിങ്ങനെ കിടത്തിയിട്ടേക്കണേ. അപ്പോൾ ഈ റൂട്ടിൽ നമുക്ക് ഇതൊരു മെയിൻ വ്യൂ പോയിൻ്റ് ആണ്. അങ്ങ് ദൂരെ കാണുന്ന ആ മല അത് ഇല്ലിക്കല്ല കേട്ടോ. ഇവിടുന്ന് നല്ല ക്ലിയർ ആയിട്ട്, കോടയൊക്കെ ഇല്ലാത്തതുകൊണ്ട് നല്ല ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുന്നുണ്ട്. ഇല്ലിക്കല്ലിൻ്റെ ബാക്ക് സൈഡും കാണാം, ഇവിടുന്ന് ആ റോഡൊക്കെ കാണാം കേട്ടോ കറക്റ്റായിട്ട്. അതുപോലെ തന്നെ ഇല്ലിക്കല്ല് നിന്ന് കഴിഞ്ഞാൽ നമുക്ക് കാണുന്നതൊക്കെ ഈ പുള്ളിക്കാനം, വാഗമൺ, ഈ പുള്ളിക്കാനം ആട്ടോ മെയിനായിട്ട് നമുക്ക് അവിടെ നിന്ന് കാണാൻ പറ്റുന്നത്. അപ്പോൾ ഇനി കുറച്ച് ദൂരമേ ഉള്ളൂ പുള്ളിക്കാനത്തേക്ക്. അടിപൊളി. എന്നാൽ ക്ലിയർ ആയിട്ടാണ് കാണണമെന്നറിയോ. അപ്പോൾ നമ്മുടെ പുള്ളിക്കാനം വാഗമൺ മെയിൻ റോഡിലൂടെയുള്ള യാത്ര അതെ ഇവിടം കൊണ്ടങ്ങ് അവസാനിക്കുക കേട്ടോ. നമുക്കിനി ഈ കാണുന്ന വഴി കൂടെയാണ് പോകേണ്ടത്. ഇത് വഴിയെന്നൊന്നും പറയാൻ പറ്റില്ല കേട്ടോ. നല്ല അടിപൊളി ഓഫ് റോഡാണ്. ഓഫ് റോഡ് എന്ന് വെച്ചാൽ ഇങ്ങനെ നേരത്തെ ഇത് കോൺക്രീറ്റ് ചെയ്ത വഴിയായിരുന്നു. കോൺക്രീറ്റൊക്കെ പോയിട്ട് മിറ്റിലിങ്ങനെ പൊങ്ങി നിൽക്കുക കേട്ടോ. പിന്നെ കുറേ ദൂരം നമുക്ക് താഴേക്ക് ഇറങ്ങിപ്പോകണം. ഇതിപ്പോൾ എന്താ വിഷയമുള്ളതെന്ന് വെച്ചാൽ ഹൈബ്രിഡ് കൊണ്ട് നമ്മുടെ ഈ സൈക്കിൾ കൊണ്ട് പോകാൻ കുറച്ച് ടഫാട്ടോ. ചെറിയ വീല് ടയറല്ലേ, അപ്പോൾ പഞ്ചറടിക്കും. ഇത് കറക്റ്റ് ഒരു MTB ഒക്കെ വേണം, നല്ല കൂളായിട്ട് ഇറങ്ങി പോകണമെന്നുണ്ടെങ്കിൽ. നമ്മൾ ഇതിലെ ഈ റൂട്ട് ഞാൻ ഇതിന് മുന്നേ പോയിട്ടുണ്ട്. നമ്മുടെ മാർലിൻ 6 കൊണ്ട് ഓഫ് റോഡ് ചെയ്തിട്ടുണ്ട് താഴെ വരെ. ഹൈബ്രിഡ് കൊണ്ട് ഇച്ചിരി ടഫാണ്. നമുക്ക് പോയി നോക്കാം. അയ്യോ, ഇതിലേ നമ്മുടെ സൈക്കിൾ പോവില്ല കേട്ടോ, റോളാവില്ല. അതെ, ഭയങ്കരമായിട്ട് കൺട്രോൾ പോവാ. ഒരു സാധിക്കില്ല, പറ്റില്ല. ഞാൻ ഇറങ്ങി തള്ളിക്കൊണ്ട് പോകട്ടോ, അല്ലാതെ വേറെ നിവൃത്തിയില്ല. അത് നോക്കിയേ, വഴി നോക്കിയേ. ഇതിലെന്തായാലും ചവിട്ടി ഇറങ്ങാൻ നല്ല റിസ്ക്കാണ്. മൊത്തം ഇളകി കിടക്കോട്ടെ. ഞാൻ അന്ന് വന്നപ്പോഴും ഈ ഒരു കണ്ടീഷനിലായിരുന്നു. അപ്പോൾ ഈ റോഡ് ഇറങ്ങി ചെല്ലുന്നത് എങ്ങോട്ടാന്ന് വെച്ചാൽ ഒരു പഴയ ഒരു എസ്റ്റേറ്റിലേക്കാണ്. ഒത്തിരി വർഷം പഴക്കമുള്ള ഒരു എസ്റ്റേറ്റിലേക്കാണ്. പിന്നെ വേറെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ഇപ്പം ഞാനല്ലാതെ ഇനി വേറെ ഒരു മനുഷ്യനെ ഈ വഴിയിൽ കാണാൻ പറ്റില്ലായിരുന്നു. അത് ഉറപ്പുള്ള കാര്യം പറഞ്ഞാൽ ആർക്കും ഇതിൽ വരേണ്ട ഒരു ആവശ്യമില്ല. സത്യം പറഞ്ഞാൽ ഈ വഴി എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മൾ പുള്ളിക്കാനത്ത് എനിക്ക് പോകുന്ന അവിടെ നിന്നാണ് ലെഫ്റ്റ് എടുത്ത് തിരികെ ചെയ്തത്. ഈ വഴി ചെന്ന് അവസാനിക്കുന്നത് മൂലമറ്റന്ന് കയറി വരുമ്പം ചെളിക്കൽ കവല എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ചെളിക്കൽ കവലയ്ക്കാണ് ഈ വഴി ചെന്ന് അവസാനിക്കുക. ഏകദേശം ഒരു 5-8 കിലോമീറ്റർ കാണുമായിരിക്കും മൊത്തം ദൂരം എന്ന് പറയുന്നത്. അപ്പോൾ ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു എസ്റ്റേറ്റിലേക്ക് കിടക്കുന്ന വഴി ആയതുകൊണ്ട് തന്നെ ഇതിലെ ആർക്കും വരേണ്ട ഒരു ആവശ്യമില്ല. കാര്യം മൂലമറ്റന്ന് വരുന്നവർക്ക് വാഗമണ്ണ് പോകാനായിട്ട് നല്ല റോഡുണ്ട്. നമ്മൾ തൊടുപുഴയിൽ നിന്ന് കാഞ്ഞാറിയിൽ നിന്ന് വന്നാലും നല്ല റോഡ് വഴിയാണ് വരുന്നത്. അപ്പോൾ ഇതിലെ കയറി വരേണ്ട ഒരു ആവശ്യമില്ല. അത് ഞാൻ പറഞ്ഞില്ലേ. അപ്പം അതുകൊണ്ട് ആൾ സഞ്ചാരം ഇല്ല, അങ്ങനെ വാഹനങ്ങളൊന്നും വരുന്നില്ല. അങ്ങനെ വിജനമായിട്ട് കിടക്കുന്ന സ്ഥലമാട്ടോ. അപ്പോൾ ഇത് നമുക്ക് ഇറങ്ങും തോറും വലിയൊരു കാട്ടിലേക്ക് ഇറങ്ങിക്കൊണ്ടിരിക്കുന്നത്. നല്ല കാറ്റാട്ടോ. ഞാൻ പറയുന്നതൊക്കെ അത്ര ഒരു ക്ലിയർ ആവുന്നുണ്ടോയെന്ന് അറിയില്ല. അല്ല, അതുപോലെ കാറ്റ് വീശിക്കൊണ്ടിരിക്കുന്നത്. ഇത് കണ്ടോ, നമ്മളിങ്ങനെ ഇറങ്ങി വരും തോറും വഴിയുടെയൊക്കെ കണ്ടീഷൻ വളരെ മോശമാവുന്നുണ്ട് കേട്ടോ. ഇതൊക്കെ മഴയത്തൊക്കെ കുത്തി ഒലിച്ച് പോയേക്കുന്നതാണ്. അപ്പോൾ ഇനി കുറേ ദൂരമുണ്ട്. ആക്ച്വലി നമ്മൾ പോകുന്നത് എങ്ങോട്ടാന്ന് വെച്ചാൽ ഇവിടെ ഒരു ബംഗ്ലാവുണ്ട്. അപ്പോൾ നമ്മുടെ വീഡിയോസൊക്കെ ഫോളോ ചെയ്യുന്നവർക്കറിയാം, നമ്മൾ ഈ പുള്ളിക്കാനം ഒരു ടീ എസ്റ്റേറ്റിൻ്റെ അവിടെ നിന്നിട്ടൊരു വീഡിയോ ചെയ്തു, ഒരു ബംഗ്ലാവിൻ്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആ ഒരു വീഡിയോ ചെയ്ത ദിവസം എനിക്കറിയാൻ കഴിഞ്ഞു, ചെറിയ സൂചന കിട്ടി ഇവിടെ വേറെ ഒരു ബംഗ്ലാവ് അവിടെ ഉണ്ടെന്ന്. അത് ഈ ഒരു ഭാഗത്താണെന്നാണ് എനിക്ക് തോന്നുന്നത്. എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല കേട്ടോ. നമ്മൾ ഏകദേശം ഒരു സൂചന വെച്ചിട്ടാണ് പോകുന്നത്. അപ്പം ഈ ഒരു ഡയറക്ഷനിലാവാനാണ് കൂടുതലും സാധ്യത. അപ്പോൾ ഇത് ഞാൻ അന്ന് ഇതിൽ ഓഫ് റോഡ് ചെയ്ത് പോയിട്ടുണ്ടെങ്കിലും അങ്ങനെ ഒരു ബംഗ്ലാവ് ഒന്നും എൻ്റെ ശ്രദ്ധ, അത് നമ്മൾ സ്പീഡിലാണല്ലോ പോകുന്നത്, എൻ്റെ ശ്രദ്ധയിൽ അങ്ങനെ പെട്ടിട്ടില്ലായിരുന്നു. ഇപ്പോൾ നമുക്ക് പോയി കണ്ടുപിടിക്കുന്നത്. വലിയ മലയെ കാണാം. നല്ല കാറ്റാണേ. നല്ല കാറ്റെന്ന് വെച്ചാൽ അതുപോലെയാണ് കാറ്റ് വീശുന്നത്. ഇത് ഇറങ്ങി കുറേ ഹെയർ പിന്ന് കാര്യങ്ങളൊക്കെ ഉണ്ട്. ഒത്തിരി താഴേക്കാട്ടോ നമ്മൾ ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ ഇറങ്ങി ചെല്ലുമ്പോഴാണ് നമ്മുടെ ഒരു ടീ എസ്റ്റേറ്റ്, അവിടെ ഒരു ടീ ഫാക്ടറി ഒക്കെ ഉണ്ട്, മെത്താനത്ത് ഫാക്ടറി എന്ന് പറഞ്ഞാൽ. നമ്മളവർ പോയി വീഡിയോ ചെയ്തിട്ടില്ല. അങ്ങോട്ട് കിടക്കുന്ന വഴി കേട്ടോ. ഇതിൽ വണ്ടിയൊക്കെ പോകുന്നുണ്ടെന്ന് തോന്നണം കേട്ടോ. ഈ സൈഡിൽ കൂടെയൊക്കെ ചെറിയ ചാല് പോലെയൊക്കെ ടയറൊക്കെ പതിഞ്ഞതിൻ്റെ വലിയ വണ്ടിയുടെയൊക്കെ പിക്കപ്പൊക്കെ ആയിരിക്കാം, അറിയില്ല കറക്റ്റായിട്ട്. ഇതുണ്ടോ, വഴിയുടെ അവസ്ഥ ഭയങ്കര മോശം കേട്ടോ. ഇത് ഞാനന്ന് വന്ന ഒരു രീതിയേ അല്ല കേട്ടോ. ഇത് കണ്ടോ, ഇത് ഓഫ് റോഡെന്നൊന്നും പറയാൻ പറ്റില്ല. ഇത് വലിയ കുഴിയാട്ടോ. ഇതിപ്പം മഴ പെയ്ത് വെള്ളം ഒഴുകിപ്പോയി മൊത്തം മണ്ണൊലിച്ച് പോയേക്കുന്നതാണേ.
ഇതിപ്പോൾ എങ്ങനെയാണോ താഴെ വരെ എങ്ങനെയാണോ എന്നറിയില്ല. ഇതിപ്പം ഈ ഒരു ഡയറക്ഷനിലാണെന്ന് തോന്നുന്നു ഒരു ബംഗ്ലാവ്. അങ്ങനെ ഒരു ഊഹത്തിൻ്റെ പുറത്ത് മാത്രം പോയിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ ഒരു വഴി അല്ലെങ്കിൽ നമ്മൾ വെറുതെ വന്നത് വെറുതെ ആവും. ഇത് അങ്ങോട്ട് മേലെ ഇങ്ങോട്ട് മേലാത്തൊരു അവസ്ഥ വരും കേട്ടോ. അതുണ്ടോ എത്ര ദൂരം പോകണമെന്നും അറിയില്ല. ഇതിപ്പോൾ എന്തായാലും തള്ളി തള്ളി പോകേണ്ട തന്നെ വരും. ഇതേ ഫസ്റ്റ് ഹെയർ പിൻ ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്യുകയാണ്. അതുകൊണ്ട് ഇങ്ങനെ താഴെ വരെ ഉണ്ട്. അവിടെ നിന്ന് നമുക്ക് കുറേ മലകളെ കാണാം കേട്ടോ. എനിക്ക് തോന്നുന്നത് അത് നമ്മുടെ ഉളുപ്പൂണി ആ ഒരു സൈഡൊക്കെയാണെന്ന് തോന്നണേ. അകലെ കാണാൻ പറ്റുന്നുണ്ട്. ഇതിപ്പോൾ എനിക്ക് ഓർമ്മ വരുന്നത് നമ്മൾ വാഗമണിലെ ഒരു CSI പള്ളി കാണാൻ പോയതാണ് കേട്ടോ. ഏകദേശം അതുപോലെയൊക്കെ ഉണ്ട് കണ്ടിട്ട്. പക്ഷേ ഇതിൽ കുറച്ച് വഴിയൊക്കെ ഉണ്ട് ഇങ്ങനെ പൊളിഞ്ഞ് കിടക്കണതാണെന്നുണ്ടെങ്കിലും. ഇതുപോലെ തന്നെയാണ് അന്ന് പോയത് തന്നെ. നമ്മൾ താഴേക്ക് ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുക കേട്ടോ. അതെ കണ്ടോ, ഇവിടുന്ന് ആ ഒരു കാടിൻ്റെ ഒരു ആംബിയൻസ് ഒക്കെ ഇവിടുന്ന് കറക്റ്റ് കിട്ടുന്നുണ്ട്. അത്യാവശ്യം ഒരു വലിയൊരു കാടാട്ടോ. ഇതൊരു തുള്ളി പോലും നമുക്ക് സൈക്കിളിൽ കയറി ഇരുന്ന് പോകാൻ പറ്റാത്ത അവസ്ഥയാണ്. ഒരു പേടി എന്താണെന്ന് വെച്ചാൽ എന്തെങ്കിലും അനിമൽസൊക്കെ ഉണ്ടോയെന്നാണ് ഇവിടെ. അങ്ങനെ കറക്റ്റൊന്നും അറിയില്ല. നല്ല തണുപ്പ്. അതിലൊരു തോടൊഴുകുന്ന ഈ ചെറിയൊരു ഈറ്റക്കാടാട്ടോ. ഈറ്റ വളർന്ന് നിൽക്കുന്നത്. എന്നാലും നിൽക്കണ്ടോ, അല്ല പാമ്പൊക്കെ ഉണ്ടെങ്കിൽ പണി കിട്ടും. അനിമൽസ് ഉണ്ടാവാൻ സാധ്യതയില്ല. കാട്ടുപന്നി കാണും കേട്ടോ. കാട്ടുപന്നി മുള്ളമ്പന്നി ഉണ്ടാവും. നമ്മളന്ന് ആദ്യം ഒരു ബംഗ്ലാവിൽ വീഡിയോ ചെയ്യാൻ വന്ന വഴിക്ക് ഞാൻ മുള്ളമ്പന്നിയുടെ മുള്ളിഷ്ടം പോലെ വഴിയിൽ കിടക്കണുണ്ടായിരുന്നു. അത് കാട്ടുപന്നി അങ്ങനെയുള്ളതൊക്കെ ഉണ്ടാവും. വേറെ മൃഗങ്ങളും കാണാമായിരുന്നു. ഞാനിങ്ങനെ ഫ്രണ്ടും ബാക്കൊക്കെ ഇടയ്ക്കിടയ്ക്ക് ബാക്കിലൊക്കെ ഇടയ്ക്ക് തിരിഞ്ഞ് നോക്കിക്കൊണ്ടോ വരുന്നത്. ആരിലൊക്കെ പുറകെ ഉണ്ടോ എന്നൊക്കെ. അങ്ങനെ മനുഷ്യനാരും വരാൻ ഒരു ചാൻസും ഇല്ല കേട്ടോ. അങ്ങനെ ആരും വരുന്നൊരു വഴിയൊന്നുമല്ല. നമ്മൾ മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പോൾ കുറേ ദൂരം ഇറങ്ങി പോകുന്നു. ഇനിയിപ്പം എന്തോരം ദൂരം പോകണമെന്നൊന്നും ഒരു പിടുത്തവും കിട്ടുന്നില്ല. കണ്ടോ വലിയൊരു കിടങ്ങെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം. അയ്യോ, ഇതൊരു അവസാനം ഇല്ല ഇതിന്. എനിക്ക് തോന്നണം ഈ ഇടയ്ക്ക് മഴ പെയ്തപ്പം കണ്ട് ഒലിച്ചു പോയതാട്ടോ. ഞാൻ അന്ന് വന്നപ്പം അത്യാവശ്യം കുഴപ്പമില്ലാതെ ഇറങ്ങിപ്പോയത്. പക്ഷേ ഇതൊട്ടും സാധിക്കില്ല കേട്ടോ. ചെറിയൊരു പേടി മനസ്സിൽ തോന്നുന്നുണ്ട്. കാരണം മൊത്തം ആംബിയൻസ് മാറിയേ. ആ കാട്ടിലേക്ക് ഇറങ്ങി തുടങ്ങിയിട്ടുണ്ട് നമ്മൾ. ഇപ്പോൾ എന്താവോ മുന്നോട്ട് ചെല്ലുന്തോറും ഒരു പിടുത്തവും കിട്ടുന്നില്ല. കാര്യം നമുക്ക് എന്തെങ്കിലും ഒരു ഹെൽപ്പൊക്കെ ആവശ്യം വന്നാണ്ടല്ലോ നമുക്ക് ആരെയും കിട്ടില്ല ഇവിടെ. ഇതുകൊണ്ടോ തീരുന്നില്ല കേട്ടോ. ആ വളവ് വീണ്ടും ഉണ്ട്. അതുകൊണ്ടോ ചെറിയ ഹെയർ പിന്നാട്ടോ. അപ്പോൾ നമ്മൾ 2 ഇറങ്ങി ഇതിങ്ങനെ വീണ്ടും മുകളിലേക്ക് ഇങ്ങനെ താഴേക്ക് കിടക്കും കേട്ടോ. ഇപ്പോൾ എനിക്കൊരു ഡൗട്ട് ഉള്ളതെന്ന് വെച്ചാൽ ഈ ഒരു ഡയറക്ഷനിലല്ല ഇനി നമ്മൾ അന്ന് ചെയ്യാൻ വന്ന ഒരു ബംഗ്ലാവുള്ള ഇനി അവിടെ വല്ലതും ആണോ എന്നൊന്നും ആലോചിച്ചിട്ടൊരു ഐഡിയയും കിട്ടാത്തത്. എനിക്ക് കിട്ടിയൊരു സൂചന വെച്ചിട്ട് ഇവിടെ ആവാനാണ് ചാൻസ്. പക്ഷേ ഇതിൻ്റെ ഒരു തുമ്പ് പോലും കാണാൻ സാധിക്കുന്നില്ല. നമ്മളത് ഇറങ്ങിയൊന്നും ആയിട്ടില്ല. എനിക്ക് തോന്നുന്നു ഇനിയുണ്ട് ദൂരം താഴേക്ക് ഇനിയും പോകാൻ കേട്ടോ. വഴി നല്ലതായി തുടങ്ങിയോ? ഇവിടെയൊക്കെ വലിയ കുഴപ്പമില്ലാന്ന് തോന്നണേ. ഇത് അടുത്ത ഹെയർ പിന്നെ എൻ്റെ പൊന്നെ. അതായത് നമ്മൾ പോകുന്നതല്ലേ, താഴേക്ക് പോകട്ടെ. എന്തായാലും തിരിച്ചു കയറുന്നില്ല. നോക്കട്ടെ, നമുക്ക് കണ്ടുപിടിക്കാം. എൻ്റെ അമ്മ, ഭയങ്കര ഒരു നിശബ്ദതയാട്ടോ. നല്ല കാടാണേ. കണ്ടോ ഈ വഴിക്ക് ഒരവസാനവും ഇല്ല. വാഹനങ്ങളൊന്നും എന്തായാലും ഈ അടുത്തിടെയൊന്നും ഇതിൽ പോയിട്ടില്ല, അത് ഉറപ്പാണ്. അതിൻ്റേതായ ഒരു പാടോ അങ്ങനെ ഒന്നും കാണുന്നില്ല കേട്ടോ. ഇങ്ങനെ ഹെയർ പിന്നുകൾ മാത്രമേ ഉള്ളൂ. ഇങ്ങനെ ഇറങ്ങി താഴേക്ക് നമ്മൾ പോയിക്കൊണ്ടിരിക്കും. അപ്പോൾ ഒത്തിരി ഉയരത്തിൽ നിന്നാണ് നമ്മൾ തുടങ്ങിയത്. അപ്പോൾ ഏകദേശം ഒരു താഴ്വാരമൊക്കെ എത്താറായൊരു ഫീലാട്ടോ. നല്ല രീതിയിൽ നല്ല തണുപ്പ്. കാടിൻ്റെ അന്തരീക്ഷം ആയതുകൊണ്ട് നല്ല തണുപ്പുണ്ട്. അത്യാവശ്യം നല്ല കാടാട്ടോ. ഇങ്ങനെ വള്ളിയൊക്കെ ചുറ്റി പണഞ്ഞ് കിടക്കുന്നുണ്ടല്ലേ. ദയവ് ഇത് ഈ വീഡിയോ കണ്ടിട്ട് ആരും ഇവിടെ ഒറ്റയ്ക്ക് വന്നേക്കും കേട്ടോ. അത് മാത്രമേ പറയാനുള്ളൂ. ആരും നമ്മളിവിടെ പെട്ടുപോയി കഴിഞ്ഞാൽ ഒരു സഹായത്തിന് പോലും ഒരു മനുഷ്യനെയും കിട്ടില്ല കേട്ടോ. ഒറ്റ മനുഷ്യനും പോലും നമുക്ക് ഇവിടെ നിന്ന് ഇറങ്ങിയാൽ പിന്നെ കാണാൻ സാധിക്കില്ല. തുടക്കത്തിലെങ്ങാണ്ട് ഒരു ചെറിയൊരു വീട് കണ്ടാട്ടോ. അത് പിന്നെ താഴേക്ക് വീടില്ല. അപ്പം ഈ വഴി നേരെ പോയി കഴിഞ്ഞാൽ ചെളിക്കൽ കാലം എന്ന് പറഞ്ഞ സ്ഥലം ഞാൻ പറഞ്ഞല്ലോ. അതിന് ജസ്റ്റ് ഒരു കിലോമീറ്റർ ബാക്കിൽ കുറച്ച് വീടുകൾ മാത്രമേ ഉള്ളൂ. അതിനിടയ്ക്ക് വീടും ഇല്ല, ഒന്നുമില്ല കേട്ടോ. ഒരാൾ സഞ്ചാരവും ഇല്ല, അങ്ങനെ വാഹനങ്ങളില്ല. അത്ര വിജനമായിട്ടുള്ള സ്ഥലം കേട്ടോ. ഇപ്പം ഇതെങ്ങോട്ടാണ് നമ്മൾ ഈ പോയിക്കൊണ്ടിരിക്കുന്നത്? എവിടെ വരെ പോകണം? ഓക്കെ ജസ്റ്റ് ഇതുപോലെ കാണാം. നമ്മൾ സ്ഥലത്തെത്തിയിട്ടോ ശരിക്കും.
ഇതാന്ന് തോന്നണേ, ഒരു ചെറിയ വഴി പോലെ കാണാം. ഇതായിരിക്കുമോ? അവിടെ ഒരു വീട് പോലെ എന്തോ കാണാം കേട്ടോ. അപ്പോൾ ഇതാണ് വഴിയെന്ന് പറഞ്ഞാൽ. ഇല്ല, മുന്നോട്ട് പോയി നോക്കാം. പക്ഷെ പാമ്പൊക്കെ ഇവിടെ കണ്ടാൽ അറിയില്ല കേട്ടോ. ആ, ഇത് തന്നെയാണതേ. അമ്പോ, യെസ്. അയ്യോ, ഭയങ്കര ഒരു മൂകതയാണല്ലോ. അപ്പോൾ ഇത് കണ്ടോ, ഇതിൽ ആട്ടങ്ങി ഇറങ്ങി വന്നത്. അപ്പോൾ ഇവിടെ നിന്ന് ഞാനിങ്ങനെ ഇറങ്ങി ഇവിടെ എത്തിയപ്പോൾ തന്നെ ചെറുതായിട്ട് അതിൻ്റെ ഒരു മേൽക്കൂര ഇങ്ങനെ ആസ്പെറ്റോസ് ഷീറ്റ് ആട്ടോ, അതിങ്ങനെ ജസ്റ്റ് അകലേന്ന് കണ്ടു. അപ്പോൾ അങ്ങനെയാണ് ഈ സ്ഥലം മനസ്സിലായത്. അല്ലാതെ ഇവിടെ ഇങ്ങനെ ഒരു ബംഗ്ലാവ് ഉണ്ടെന്നൊന്നും ഞാനന്ന് സൈക്കിളിൽ വന്നെന്ന് പറഞ്ഞല്ലോ. അപ്പോൾ ഇങ്ങനെ ഒരു ബംഗ്ലാവ് ഇരിക്കുന്ന നമ്മൾ സ്പീഡിൽ പോകുമ്പോൾ ഒന്നും അറിയ പോയില്ല കേട്ടോ. ചെറുതായിട്ട് ഇവിടെ നിന്നൊരു കണ്ടു. അപ്പോൾ അങ്ങനെയാണ് മനസ്സിലായത്. അപ്പോൾ ഇത് തന്നെ ആയിരിക്കാം ആ ഒരു ബംഗ്ലാവ്, ഇത് തന്നെ കേട്ടോ. അല്ലാതെ ഇനി വേറെ ഇവിടെ കാണാനുള്ള, നമ്മൾ ആദ്യം വന്ന് വീഡിയോ ചെയ്തതല്ലാതെ വേറെ എന്തായാലും ചാൻസ് കുറവാണ്. അപ്പോൾ കുറേ ദൂരം അങ്ങ് ഇറങ്ങി പോകുന്നേ. അത് നല്ല കാടാട്ടോ. ഇവിടെ പാമ്പ് അങ്ങനെയുള്ള എന്തെങ്കിലും ഉണ്ടോയെന്നാണ് പേടി. ഇനി ഇതിൻ്റെ അകത്തേക്ക് കയറാൻ പറ്റുമെന്ന് അറിയില്ല. കണ്ട ആ ഓട് കണ്ട ആസ്പെറ്റോസ് അതിൻ്റെ ഇങ്ങനെ അകലേന്ന് ചെറുതായിട്ട് കണ്ടു. അങ്ങനെ മനസ്സിലായത്. അത് ശ്രദ്ധിച്ചില്ലായിരുന്നെങ്കിൽ വീണ്ടും നമ്മൾ താഴേക്ക് ഇറങ്ങി പോയേനെ. ഇതിപ്പം ചെറിയൊരു പേടി ഇല്ലാതില്ല അതിൻ്റെ അകത്തേക്ക് കയറിയാൽ എന്തൊക്കെ സംഭവിക്കുമെന്ന് ഓർത്തിട്ട്. മൊത്തം ഇങ്ങനെ കാട് പിടിച്ച് കിടക്കുവാണ്. ഇതിങ്ങനെ ഒരു സ്ഥലം ഉണ്ടെന്ന് ഒരു പിടുത്തവും കിട്ടില്ല കേട്ടോ. ഇങ്ങനെ ഒരു ബംഗ്ലാവ് ഇവിടെ ഉണ്ടെന്ന് ഭയങ്കര അൺഎക്സ്പെക്റ്റഡ് ആയിട്ടാണ് ഞാനിത് കണ്ട്. അപ്പോൾ എന്തായാലും നമ്മൾ വന്ന സ്ഥിതിക്ക് ഈ ബംഗ്ലാവിൻ്റെ അകത്ത് കയറാനുള്ള ഒരു ശ്രമം നടത്തി നോക്കുക കേട്ടോ. അപ്പം ബംഗ്ലാവിൻ്റെ മുൻവശം വരുന്നത് അവിടെ ആട്ടോ. പക്ഷെ അങ്ങോട്ട് നമുക്ക് പോകത്തില്ല. അവിടെ മൊത്തം ഇവിടെ കാട് പിടിച്ച് കിടക്കുന്നതുകൊണ്ട് അങ്ങനെ ഒരു വഴിച്ചാലോ കാര്യങ്ങളോ ഒന്നുമില്ല കേട്ടോ. പിന്നെ ഇതിൻ്റെ അകത്തേക്ക് കയറാൻ പറ്റുന്ന ഏക മാർഗം എന്ന് പറയുന്നത് ഇതിലൊരു വഴിച്ചാലെന്നൊന്നും പറയാൻ പറ്റില്ല, എന്നാലും തെളിഞ്ഞ് കിടക്കാം. കാരണം ആൾക്കാർ നടക്കാത്തതുകൊണ്ട് തന്നെ അങ്ങനെ വഴിയായിട്ടൊന്നുമില്ല, പക്ഷെ തെളിഞ്ഞ് കിടക്കുന്നുണ്ട് കേട്ടോ. അപ്പം അകത്ത് കയറാം അല്ലേ. അത്യാവശ്യം വലിയൊരു ബംഗ്ലാവ് ആട്ടോ. നമുക്ക് പുറമേ നിന്ന് നോക്കുമ്പം അതിൻ്റെ വലിപ്പം അത്രയും പിടികിട്ടില്ലെങ്കിലും. എൻ്റെ അമ്മോ, ഇതൊക്കെ എൻ്റെ മേൽക്കൂരയൊക്കെ മൊത്തം പുല്ലൊക്കെ പിടിച്ച് അവിടെ ഒരു വാതിൽ അടഞ്ഞ് കിടക്കുന്നുണ്ട്. ഇത് കുറേ മുറികളുണ്ടെന്നാണ് കേട്ടോ. ഭയങ്കര മൂകമായൊരു അന്തരീക്ഷം. ചെറിയൊരു മുറിയെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഒരു ബാത്റൂം ആട്ടോ. എൻ്റെ പൊന്നെ, കടന്നൽ കൂടല്ലേ. അപ്പോൾ ഈ ഒരു ബംഗ്ലാവിന് മൊത്തം വലിയ മൂന്ന് മുറികളാട്ടോ ഉള്ളത്. പിന്നെ ഈ കാണുന്ന ഇതെന്നാണ് സംഭവം, വരാന്തയോ ഇടനാഴിയോ അതിനെന്താണ് പറയുന്നത്, സിറ്റ് ഔട്ടോ. എന്തായാലും നല്ല വിസ്തൃതി കിടക്കുന്ന ഒരു ബംഗ്ലാവാണ്. പുറമേ നോക്കുമ്പോഴത്തേനും നമുക്ക് ഇത്ര ഒരു വലിപ്പം ഫീൽ ചെയ്യില്ല കേട്ടോ. പക്ഷേ ഇതിൻ്റെ അകത്ത് കയറി മുറികളും ഇതൊക്കെ കാണുമ്പോഴാണ് എത്രത്തോളം വലുതാണ് ഈ ഒരു ബംഗ്ലാവെന്ന് നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നത്. ഇത് മൊത്തം ജീർണിച്ച് തകർന്ന് കിടക്കുന്ന ഒരു അവസ്ഥയിലാട്ടോ ഉള്ളത്. മൊത്തം നശിച്ചു. ഇതിൻ്റെ പണികളെന്നൊക്കെ പറഞ്ഞാൽ ഫുള്ള് കണ്ട മൊത്തം വുഡൻ വർക്കുകളാട്ടോ. വുഡൻ പാനലിംഗ് ഒക്കെയാണ് റൂഫിങ് ചെയ്തേക്കുന്നത്. കണ്ട എല്ലാം മൊത്തം തകർന്ന് കിടക്കുന്ന ഒരു അവസ്ഥയിലാട്ടോ ഉള്ളത്.
അതിൽ ഒരുപാട് വർഷം പഴക്കമുണ്ട്. അപ്പോൾ ഇതാണ് ഈ ബംഗ്ലാവിൻ്റെ മുൻവശം. പക്ഷെ നമുക്ക് ഇങ്ങോട്ട് വരാനൊന്നും പറ്റില്ല, അവിടെ മൊത്തം കാട് പിടിച്ച് കിടക്കണുണ്ട്. ഇവിടുന്ന് മുന്നിൽ നിന്നുള്ളൊരു ആ ഒരു വ്യൂ നമുക്ക് കാണാൻ പറ്റില്ല, അവിടെ നിന്ന് ഇറങ്ങി നിൽക്കാൻ പറ്റില്ല. പിന്നെ നമ്മളെ ഇറങ്ങി വന്നേക്കണേ അതുപോലെ ഒരു റോഡ്, ആ ഒരു ഹെയർ പിന്ന് പോലെ ഇങ്ങനെ താഴേക്ക് കിടക്കണ കാണാം. അതിലൊക്കെ ആ റോഡ് ആ എസ്റ്റേറ്റിലേക്ക് പോകുന്ന വഴിയാട്ടോ. ഇവിടെ ആളുകളൊക്കെ വരുന്നുണ്ടെന്ന് തോന്നുന്നു. കാര്യം പറഞ്ഞാൽ ഭിത്തിയിലൊക്കെ ഇങ്ങനെ കുറേ എഴുത്തുകുത്ത് കാര്യങ്ങളൊക്കെ കാണാം. കിച്ചൺ കണ്ടോ, പഴയ കാലത്തുള്ള കുഴിയടുപ്പുകളാട്ടോ. ഇവിടെ കയറി നിൽക്കുമ്പോൾ സൂക്ഷിക്കണം, വല്ല പാമ്പോ അങ്ങനെയുള്ള ജന്തുക്കളൊക്കെ ഉണ്ടോയെന്ന്. അപ്പോൾ അന്തരീക്ഷം മൊത്തം മാറിയിട്ടോ. അയ്യോ, മഴ വരാനുള്ള ഇതാന്ന് തോന്നണം, മൊത്തം മൂടി വരുന്നുണ്ട്. മഴയൊക്കെ പെയ്താൽ പെട്ടുപോട്ടോ അതിൻ്റെ അകത്ത്. അപ്പോൾ എന്തായാലും ദയവ് ഇത് ഒറ്റയ്ക്കൊന്നും ആരും വരാൻ നിൽക്കണ്ട കേട്ടോ. അങ്ങനെ വരാൻ പറ്റിയൊരു പ്ലേസ് ഒന്നും അല്ല. നമ്മൾ പിന്നെ ഇങ്ങനെയുള്ള വീഡിയോ ഒക്കെ ചെയ്യണോണ്ട് അങ്ങനെ റിസ്ക് എടുക്കും. നല്ല റിസ്ക് ആട്ടോ. കാര്യം വന്ന വഴി കണ്ടല്ലോ, വഴി റിസ്ക്കാണ്. പിന്നെ ഇങ്ങനെയുള്ള സ്ഥലത്തൊക്കെ നമുക്ക് എന്തൊക്കെ സംഭവിക്കുന്നൊന്നും പറയാൻ പറ്റില്ല. അതുകൊണ്ട് കഴിവതും ഇങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ ഒറ്റയ്ക്ക് വരാതിരിക്കുക, അതാട്ടോ പറയാനുള്ളത്. മൊത്തം അതിൻ്റെ മേളിലൊക്കെ ഉണ്ടല്ലോ, മേൽക്കൂരയിലൊക്കെ മൊത്തം മരങ്ങളൊക്കെ വളർന്ന് അങ്ങനെ കിടക്കും കേട്ടോ. അപ്പോൾ ഈ ഒരു ബംഗ്ലാവിനെക്കുറിച്ച് എനിക്കറിയാവുന്ന, ഞാൻ അറിഞ്ഞ കുറച്ച് കാര്യങ്ങൾ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തരാം കേട്ടോ. അതായത് ഈ ഒരു ബംഗ്ലാവിനെക്കുറിച്ച് പറയുന്നതിന് മുന്നേ ആയിട്ട് ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു എസ്റ്റേറ്റിലേക്ക്, പഴയ ഒരു എസ്റ്റേറ്റിലേക്ക് കിടക്കുന്ന ഒരു വഴിയാണ്. നമ്മൾ ഇറങ്ങി വന്ന ഒരു വഴിയിൽ ഇത് നേരെ ചെല്ലുന്നത് അവിടെ ഒരു പഴയൊരു ടീ എസ്റ്റേറ്റ് ഉണ്ട്. ആ ഒരു ടീ എസ്റ്റേറ്റ് അവിടെ നമുക്ക് ഇപ്പോഴും തേയിലത്തോട്ടങ്ങളൊക്കെ കാണാം. അവിടെ ഒരു ടീ ഫാക്ടറി, പഴയ ഒരു ടീ ഫാക്ടറി ഉണ്ട്. അവിടെ വന്ന് നമ്മൾ 2-3 വീഡിയോ ഒക്കെ ചെയ്തിട്ടുള്ള കേട്ടോ. ആ ഒരു വീഡിയോയിലൊക്കെ കഴിഞ്ഞ ഒരു ബംഗ്ലാവിൻ്റെ വീഡിയോ ചെയ്തതിലും അതിലും ആ ഒരു ഫാക്ടറി കാണിക്കുന്നുണ്ടായിരുന്നു. മൊത്തം പൊളിഞ്ഞ് കിടക്കുന്ന ഒരു ഫാക്ടറിയാണ്. അപ്പോൾ ആ ഒരു ഫാക്ടറി, ആ ഒരു എസ്റ്റേറ്റൊക്കെ ആയിട്ട് ബന്ധപ്പെട്ട ബംഗ്ലാവാണ് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ചെയ്ത ആ ഒരു ബംഗ്ലാവും ഈ ഒരു ബംഗ്ലാവും. അപ്പോൾ അവിടുത്തെ മാനേജർമാർക്ക് താമസിക്കാൻ വേണ്ടിയിട്ട് പണിതാണെന്നാണ് അറിയാൻ കഴിഞ്ഞ കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു എസ്റ്റേറ്റിന് ഒരു 80 വർഷത്തോളം പഴക്കമുണ്ടെന്ന് പറയപ്പെടുന്നുണ്ട്. അത് എത്രത്തോളം അത് കറക്റ്റ് ആണെന്ന് അറിയില്ല. എന്ത് തന്നെയായാലും നമ്മളൊരു പണ്ടൊരു വീഡിയോ ആ ഒരു ടീ എസ്റ്റേറ്റിൻ്റെ ആ ഒരു ഫാക്ടറിയുടെ ഒരു വീഡിയോ ചെയ്തപ്പോഴത്തേനും അവിടെ പണ്ടത്തെ അവിടെ തൊഴിലാളികൾക്ക്, അവിടെ പണിയെടുത്തുകൊണ്ടിരുന്ന തൊഴിലാളികൾക്ക് ശമ്പളം കൊടുക്കാനൊക്കെ മറ്റുമായിട്ടുള്ള പഴയൊരു രജിസ്റ്റർ ബുക്ക് എടുത്ത് കിടക്കുന്നുണ്ടായിരുന്നു. ആ ഒരു രജിസ്റ്റർ ബുക്കിൽ അന്ന് നോക്കിയതിന് 70 കാലഘട്ടങ്ങളിൽ അവർക്ക് പണമിടപാടുകൾ നടത്തിയ അതിൻ്റെയൊക്കെ രേഖകൾ അന്ന് കാണാൻ സാധിച്ചു. ഇപ്പോഴും ആ ഒരു ഫാക്ടറി അവിടെ ഉണ്ടല്ലോ. അപ്പോൾ അതിൻ്റെ നേരെയുള്ള തേയിലത്തോട്ടം ഇപ്പോഴും ഉണ്ട്. ഇപ്പോഴും അവിടെ നിന്ന് കൊളുന്തൊക്കെ നുള്ളുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഞാനിവിടെ കുറേ പ്രാവശ്യം വന്നെങ്കിൽ ഇതുവരെ അങ്ങനെയുള്ള പണിക്കാരൊന്നും പണിയെടുക്കുന്ന ഒറ്റ മനുഷ്യനെ ഇതുവരെ എനിക്കിവിടെ ഈ ഏരിയയിൽ കാണാൻ ഇല്ല കേട്ടോ. പക്ഷേ അവിടുന്ന് തേയിലയൊക്കെ നുള്ളി വേറെ എവിടെ കൊണ്ടുപോകുന്നുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്, അതിൻ്റെ പ്രോസസ്സിങ്ങിനൊക്കെ വേണ്ടിയിട്ട്. ഈ ഒരു ബംഗ്ലാവ് ഇവിടെ ഉണ്ടെന്ന് എങ്ങനെയാണ് അറിഞ്ഞതെന്ന് ചോദിച്ചാൽ, നമ്മൾ അന്ന് ആ ഒരു ചെയ്ത ബംഗ്ലാവിൻ്റെ വീഡിയോ ഒക്കെ എടുത്ത ശേഷം ഞാൻ ചെളിക്കൽ കവലയിൽ ചെന്ന് കഴിയുമ്പോഴത്തേനും അവിടെ ഒരു ചേട്ടനെ കണ്ടു. അപ്പോൾ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ ചേട്ടനോട് ഇങ്ങനെ ചോദിച്ച് മനസ്സിലാക്കിയപ്പോഴാണ് ഇവിടെ വേറെ ഒരു ബംഗ്ലാവ് അവിടെ ഉണ്ടെന്ന് അറിഞ്ഞത്. അപ്പോൾ ആ ഒരു ചേട്ടൻ പറഞ്ഞ ഒരു സൂചന, അതാ ഞാൻ പറഞ്ഞൊരു സൂചന കിട്ടിയെന്ന് ഞാൻ പറഞ്ഞു. അപ്പോൾ ആ ഒരു ഡയറക്ഷനിലാണ് നമ്മൾ വന്നുകൊണ്ടിരുന്നത്. അപ്പം ഞാനിത് ഇവിടെ ഇത് കാണാൻ പറ്റും, ഇത് നോട്ടീസ് ചെയ്യാൻ പറ്റുമെന്ന് ഓർത്തില്ല. എന്തായാലും നമ്മൾ കറക്റ്റ് കണ്ടുപിടിച്ചു. അപ്പോൾ ഇനി നമുക്ക് ഈ വഴി കുറേ ദൂരം പോകാൻ പറ്റും. ഇറങ്ങി കഴിഞ്ഞാൽ ആ ഒരു തേയില ഫാക്ടറി നമ്മുടെ 2-3 വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ്. പിന്നെ ഇത് 2 വഴിയിൽ തിരിച്ച് പോകാൻ പറ്റും. ഒന്നെങ്കിൽ നമ്മൾ വന്ന ഒരു കയറ്റം മൊത്തം തള്ളിക്കയറ്റി പോകാം, അല്ലെങ്കിൽ ഇതുപോലെ ഒരു ഇറങ്ങി വീണ്ടും ആ ഒരു ഫാക്ടറിയുടെ കയ്യിൽ ചെന്നും വീട്ടിലേക്ക് പോകാൻ പറ്റും കേട്ടോ. അപ്പോൾ നമ്മളെന്തായാലും വന്ന വഴി തിരിച്ച് പോകുന്നില്ല കേട്ടോ. ആ കയറ്റം കയറി തള്ളിക്കൊണ്ട് പോകുന്നില്ല. ഇറങ്ങി നേരെ ചെളിക്കൽ കവല എന്ന് മൂലവറ്റം വഴിയാട്ടോ പോകുന്നത്. അത് മേളിൽ നോക്കുന്ന വെള്ളം ഇറക്കണ കണ്ടില്ലായിരുന്നു. ആ ഫാക്ടറിയുടെ നമ്മുടെ ആ ഒരു ബംഗ്ലാവിൻ്റെ അവിടെ നിന്നപ്പം അത് കണ്ടോ, ഈ തോട്ടിക്കൂടെ ഒഴുകി തന്നെ വെള്ളമാണ് ആ കാടിൻ്റെ അകത്തുനിന്ന്. ഇത് കണ്ടോ, ഇവിടെ ഒരു കലുങ്കൊക്കെ പണിത് അങ്ങ് താഴേക്കൂടെ അങ്ങ് ഒഴുകി പോവുകയാണേ. കണ്ടോ, ഈ വഴി തീരുന്നില്ല. അതുപോലെ തന്നെ ഇറങ്ങി താഴേക്ക് പോവുകയാണ്. നമുക്ക് ആ ഒരു ഫാക്ടറി ഉണ്ട് ഇവിടെ അടുത്ത്. ആ ഫാക്ടറിയുടെ ജസ്റ്റ് ഒന്ന് കാണിച്ചു തന്നിട്ടങ്ങ് ഭാഗത്തേക്കൊന്നും കയറുന്നില്ല, അതുവഴി അങ്ങ് പോയേക്കാം. അപ്പോൾ എന്തായാലും ഇനിയിപ്പം ചെളിക്കൽ കവല വരെ ഇങ്ങനെ പോകേണ്ട ഒരു അവസ്ഥയായിരിക്കും. വഴി മൊത്തം പോയി കിടക്കണോണ്ട് നല്ല രീതിയിൽ പൊളിഞ്ഞ് കിടക്കും കേട്ടോ. ആ ഒരു തേയില ഫാക്ടറി കാണാം കേട്ടോ ഇവിടുന്ന്. അപ്പം അതിൻ്റെ അടുത്ത് വരെ എത്തി. എന്തായാലും ഈ സ്ഥലം ഒരു രക്ഷയില്ല കേട്ടോ. അത് നോക്കി കണ്ടോ, ആ കാട് പിടിച്ച് കിടക്കണ ഈ കണ്ടോ, ആ ഒരു സൈഡിൽ കാട് പിടിച്ച് കിടക്കണൊക്കെ മൊത്തം തേയിലത്തോട്ടമാണേ. അവിടെ ഒന്നും ഇപ്പം തേയില നുള്ളുന്നില്ല. അവിടെ കുറച്ച് ഭാഗത്ത് മാത്രമാണ് നമുക്കിപ്പം തേയില കാണാൻ പറ്റുള്ളൂ. അപ്പോൾ ഈ ഒരു ഏരിയ കണ്ടോ, എന്ത് രസമാണെന്ന് നോക്കി. അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞ തേയിലത്തോട്ടം. കണ്ടോ കാണുന്നത്, ഇതൊക്കെ നുള്ളുന്നുണ്ട് ഇപ്പോഴും. കാരണം നുള്ളിയിട്ട് പുതുതായിട്ടിങ്ങനെ ആ ഒരു തളിർത്ത് കയറി വന്നേക്കുന്ന കേട്ടോ. അത്യാവശ്യം കുറേ ഉണ്ട് തേയില ഇപ്പോഴും നിൽക്കുന്നുണ്ട് അവിടെ. ഈ സൈഡിലുണ്ട്. ഈ സൈഡിലൊക്കെ മൊത്തം കാട് പിടിച്ച് കിടക്കുവാണ്. അവിടെയാണ് ഇപ്പം നുള്ളുന്ന തേയിലയുള്ളത് കേട്ടോ.
എനിക്ക് തോന്നുന്നത് ആ കാണുന്ന മലകളൊക്കെ നമ്മുടെ അത് തന്നെയാന്ന് തോന്നുന്നു, നമ്മുടെ ഉളുപ്പൂണി ഭാഗമൊക്കെ കേട്ടോ. അപ്പം അതുപോലെ ഇന്നും ആരും ഒന്നും പണിയെടുക്കുന്നില്ല കേട്ടോ. ഇവിടെ തേയിലത്തോട്ടത്തിൽ ആരും കാണുന്നില്ല. അപ്പോൾ ദേ ഈ കാണുന്ന കേട്ടോ പൂട്ടിക്കിടക്കുന്ന പഴയ തേയില ഫാക്ടറി, മെത്താനത്ത് ടീ എസ്റ്റേറ്റ്. ഇവിടെ കയറുന്നില്ല, പല തവണയായിട്ട് നമ്മൾ വീഡിയോ ഒക്കെ ചെയ്യാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ. ഇതിൻ്റെ മേളിൽ മരങ്ങൾക്കിടയിലൂടെ ചെറിയൊരു കെട്ടിടം കാണാൻ പറ്റുന്നുണ്ടോ? സൂക്ഷിച്ച് നോക്കേ, അതാട്ടോ നമ്മൾ ആദ്യം വന്ന് ചെയ്ത ഒരു ബംഗ്ലാവ്. അപ്പോൾ ആ ഒരു വീഡിയോ ചെയ്തപ്പോൾ അതൊരു ബ്രിട്ടീഷ് ബംഗ്ലാവ് ആണെന്ന് ചെറിയൊരു സംശയമൊക്കെ ഞാൻ പ്രകടിപ്പിക്കുന്നുണ്ടായിരുന്നു. പക്ഷേ അതൊരു ബ്രിട്ടീഷ് ബംഗ്ലാവ് ഒന്നുമല്ല കേട്ടോ. ഈ രണ്ട് ബംഗ്ലാവും ഇവിടെ ഒരു എസ്റ്റേറ്റായിട്ട് ബന്ധപ്പെട്ട അവിടുത്തെ മാനേജർമാർക്ക് അവർ താമസിച്ചുകൊണ്ടിരുന്ന ബംഗ്ലാവുകളാണ്. അപ്പോൾ ഇതുപോലെയുള്ള സ്ഥലങ്ങൾ തേടിയുള്ള യാത്ര ഇവിടം കൊണ്ടൊന്നും അവസാനിക്കുന്നില്ല. നമ്മുടെ ഈ ഒരു യാത്ര തുടർന്നുകൊണ്ടേയിരിക്കും. അപ്പോൾ എന്തായാലും തൽക്കാലത്തേക്ക് വിടാം.